സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം ഭഗവാൻ ഭാഷ്യകാരന്റെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ വളരെ വലുതും ക്രമികമായി വേദാന്തത്തിന്റെ പ്രാഥമിക തലം മുതൽ ഉന്നത തലം വരെ നമ്മളെ നയിക്കുന്നതുമാണ്. ഒരേ സമയത്ത് അത് ഒരു പ്രാഥമിക ഗ്രന്ഥമാണ്, അതേ സമയത്ത് പ്രൗഢഗ്രന്ഥവുമാണ്. അങ്ങനെ ഒരു പ്രകരണമാണ് സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം. അപ്പൊ അതില് വിശിഷ്ടമായ ജ്ഞാനഭൂമികകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, അത് ജ്ഞാനഭൂമികകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയണം എന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇവിടെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ജീവൻ മുക്തസ്യ ഭഗവൻ അനുഭൂതേശ്ച ലക്ഷണം വിദേഹമുക്തസ്യ ച മേ കൃപയാ ബ്രൂഹി തത്വതഃ. അല്ലയോ ഭഗവാനെ, ജീവൻ മുക്തന്റെ ലക്ഷണം, അതുപോലെ ഒരു ജീവൻ മുക്തന്റെ അനുഭൂതി വിശേഷത്തിന്റെ ലക്ഷണം, വിദേഹമുക്തന്റെ ലക്ഷണം കൃപ ചെയ്ത് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ഇതാണ് ശിഷ്യന്റെ പ്രാർത്ഥന. ഇതിന് മറുപടി പറയുന്ന ഭാഗത്താണ് സപ്തഭൂമികകളെ ആചാര്യസ്വാമികൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ഭാഗം വായിക്കാം. വക്ഷ്യേ തുഭ്യം ജ്ഞാനഭൂമികായ ലക്ഷണമാദിതഃ ജ്ഞാനേ യസ്മിൻ ത്വയാ സർവം ജ്ഞാതം സ്യാത് പൃഷ്ടമദ്യയത്. വക്ഷ്യേ തുഭ്യം, തുഭ്യം വക്ഷ്യേ, തുഭ്യം എന്ന് പറഞ്ഞാൽ നിനക്കായിക്കൊണ്ട്, വക്ഷ്യേ ഞാനിതാ പറയാൻ പോകുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഞാനിതാ പറയാൻ പോകുന്നു. എന്ത്? ജ്ഞാനഭൂമികായാഹ ലക്ഷണം, ജ്ഞാനഭൂമികയുടെ ലക്ഷണത്തെ ഞാനിതാ പറയുന്നു. എങ്ങനെ പറയുന്നു? ആദിതഃ, തുടക്കം മുതൽ, ജ്ഞാനഭൂമികയെ കുറിച്ച് തുടക്കം മുതൽ പറയുന്നു. അപ്പൊ താത്പര്യം, ജ്ഞാനഭൂമികകളെ ക്രമമായി തുടക്കം മുതൽ ഞാൻ പറഞ്ഞു തരാം. യസ്മിൻ ജ്ഞാതേ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സർവം ജ്ഞാതം സ്യാത്, എല്ലാം അറിഞ്ഞതായി തീരും. ഏതെല്ലാം അറിഞ്ഞതായി തീരും? യത് ത്വയാ പൃഷ്ട, നിന്നാൽ ചോദിക്കപ്പെട്ട എല്ലാം അറിഞ്ഞതായി തീരും. അതായത് ജീവൻ മുക്തൻ, വിദേഹമുക്തൻ, അവരുടെ ലക്ഷണങ്ങളും ബ്രഹ്മാനുഭൂതിയുടെ ലക്ഷണങ്ങളും ഒക്കെ അല്ലേ നീ ചോദിച്ചത്? അത് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയും ഈ ജ്ഞാനഭൂമികകളെ ശരിക്ക് പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ട് വിസ്തൃതമായി ജ്ഞാനഭൂമികകളെ പ്രതിപാദിക്കുകയാണ്. ആ വിസ്തൃതമായി പ്രതിപാദിക്കുന്ന ഭാഗം നമുക്ക് പഠിക്കണമെങ്കിൽ ദിവസങ്ങൾ നമ്മൾ ഒത്തുചേർന്നിരിക്കേണ്ടി വരും. അങ്ങോട്ട് പോകുന്നില്ല, അതിന്റെ ആരംഭം മാത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. പിന്നെ അത് വിസ്തൃതമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ആരംഭം? നോക്കൂ. ജ്ഞാനഭൂമി ശുഭേച്ഛാ സ്യാത് പ്രഥമ സമുദീരിത വിചാരണ ദ്വിതീയാ തു തൃതീയ തനുമാനസ്തി സത്വാപത്തിശ്ചതുർത്ഥി സ്യാത് തദോ സംസക്തി നാമികാ പദാർത്ഥാ ഭാവന ഷഷ്ഠി സപ്തമി തുര്യഗാ സ്മൃത. ഇവിടെ 7 ഭൂമികകളെ പറയുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ജ്ഞാനഭൂമിക ശുഭേച്ഛ. ഒന്നാമത്തെ ജ്ഞാനഭൂമിക ഇത് ക്രമികമായിട്ടുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ജ്ഞാനഭൂമിക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ശുഭേച്ഛ, ശുഭേച്ഛയാണ്.
ഇതാണ് ഒന്നാമത്തെ ഭൂമിക. ഇവിടെ സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിന് അനുസൃതമായി പറയണം എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഗ്രന്ഥം വെച്ചുകൊണ്ട് പറയുന്നത്. കേവലം ഭൂമികകളെ കുറിച്ച് പറയാതെ, അഥവാ ഭൂമികകളെ കുറിച്ചുള്ള ചർച്ചയിൽ ഒതുക്കാതെ, സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹത്തിൽ പറഞ്ഞത് തന്നെ ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് വായിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. വിചാരണ ദ്വിതീയാതു, രണ്ടാമത്തെ ഭൂമിക വിചാരണ. ഒന്നാമത്തത് ശുഭേച്ഛ, രണ്ടാമത്തത് വിചാരണ. തൃതീയ തനുമാനസി. തനുമാനസിക്ക് തനുമാനസ എന്നും പേരുണ്ട്. തനുമാനസ അല്ലെങ്കിൽ തനുമാനസി, ഇതാണ് മൂന്നാമത്തെ ഭൂമിക. സത്വാപത്തി, അതാണ് ചതുർത്ഥി. നാലാമത്തത് സത്വാപത്തി, അതാണ് ചതുർത്ഥി. തതഃ അനന്തരം അസംസക്തി നാമിക. അസംസക്തി, അസംസക്തി. പിന്നീട് പദാർത്ഥാഭാവന ഷഷ്ഠി. ഒന്നുകൂടി പറയാം, പദാർത്ഥാഭാവന ഷഷ്ഠി. പദാർത്ഥാഭാവന, പദാർത്ഥഭാവനയല്ല, പദാർത്ഥ അഭാവന, പദാർത്ഥാഭാവന ഷഷ്ഠി. സപ്തമി തുര്യക. സപ്തമി ഏഴാമത്തത് തുര്യക. ഇങ്ങനെ 7 ഭൂമികകളുടെ പേര് ആദ്യം പഠിക്കുക. ശുഭേച്ഛ, വിചാരണ, തനുമാനസി, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവന, തുര്യക. ഇതാണ് 7 ജ്ഞാന ഭൂമികകൾ. ഇനി എന്തൊക്കെയാണിവ? അവയുടെ നിർവചനം അല്ലെങ്കിൽ അവയുടെ പ്രാഥമിക ലക്ഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രാഥമിക ലക്ഷണം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആചാര്യ ഭഗവത് പാദങ്ങൾ ഇവിടെ വിസ്തരിക്കുന്നുണ്ട് പിന്നീട്. അതിലേക്ക് നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല. ഇപ്പൊ അതിന്റെ ലക്ഷണം പറയുന്ന ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം. പറയാണ്, സ്ഥിത കിം മൂഢയേവാസ്മി പ്രേക്ഷ്യോഹം ശാസ്ത്രസജ്ജനൈഃ വൈരാഗ്യപൂർവമിച്ഛേതി ശുഭേച്ഛാ ചോച്യത്തെ ബുധൈഃ. ഞാൻ എന്തൊരു മൂഢനാണ്. മനുഷ്യജന്മം ലഭിച്ചു, അനന്ത വികാസ സാധ്യതയോടൊത്ത ബുദ്ധി ലഭിച്ചു, കാര്യത്തിലൂടെ സർവകാരണത്തെ കണ്ടെത്താനുള്ള ശേഷി ലഭിച്ചു, സർവ ദുഃഖങ്ങളിൽ നിന്നും ആത്യന്തികമായി മോചിക്കാനുള്ള അധികാരം ലഭിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ മനുഷ്യനായിട്ട് ഇരിക്കുകയല്ലേ, എന്നിട്ടും ഞാൻ മൂഢനാണല്ലോ. മോഹിക്കപ്പെട്ട് പ്രമാണ വിചാര പദ്ധതിയിലൂടെ സത്യസാക്ഷാത്കാരത്തിലേക്ക്, പരമമായ നിശ്രേയസത്തിലേക്ക് ഉയരാതെ ഇങ്ങനെ മൂഢവൃത്തിയിൽ ഈ ലോകത്തിൽ കഴിയുകയാണല്ലോ. സ്ഥിത കിം മൂഢയേവാസ്മി പ്രേക്ഷ്യോഹം ശാസ്ത്രസജ്ജനൈഃ. ശാസ്ത്രസജ്ജനൈഃ പ്രേക്ഷ്യഃ അഹം. ശാസ്ത്രത്താലും സജ്ജനങ്ങളാലും പ്രേക്ഷ്യനാണല്ലോ ഞാൻ, കാണപ്പെടേണ്ടവനാണല്ലോ ഞാൻ. ഞാൻ ശാസ്ത്രങ്ങളെ പഠിക്കണം, സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യണം. അതൊക്കെയല്ലേ വേണ്ടത്. അത് ഈ ജന്മത്തിൽ തന്നെ വേണം. അപ്പോ ഇങ്ങനെ മൂഢനായിട്ട് ഇരുന്നാ പോരാ. ലോകത്തിൽ വിഷയങ്ങളുടെ മധ്യത്തില് ഈ മൂഢവൃത്തിയിൽ കഴിഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. ഇനി ശാസ്ത്ര സജ്ജനങ്ങളോട് കൂടി ചേരണം, ശാസ്ത്രം പഠിക്കണം, ശാസ്ത്രത്താൽ ദർശിക്കപ്പെടണം, അതുപോലെ സജ്ജനങ്ങളുമായി സംസർഗം ചെയ്യണം, സജ്ജന സംസർഗം വേണം. ഇങ്ങനെയുള്ള ഒരു
ഇച്ഛ പതുക്കെ പതുക്കെ വരും. അങ്ങനെ പതുക്കെ ഈ ഇച്ഛ വളർന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ വൈരാഗ്യത്തെ ജനിപ്പിക്കും. ഇന്നലെ വരെ ഏതേത് വിഷയങ്ങളോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞോ, ഇന്നലെ വരെ ഏത് വിഷയങ്ങളുടെ പ്രാപ്തിക്ക് വേണ്ടി മാത്രം നെട്ടോട്ടോടിയോ, അതിൽ നിന്ന് ക്രമേണ വിരക്തി കൈവന്ന്, ഒന്നുകൂടി സ്പഷ്ടമായി പറയട്ടെ, വിവേകജനിതമായ വിരക്തി കൈവന്ന് ആ വിരക്തിയോടുകൂടി, അതാണ് വൈരാഗ്യപൂർവമിച്ഛ ഇതി. അങ്ങനെ വൈരാഗ്യപൂർവം ഈ ഒരു ഇച്ഛ വരികയാണ്. എന്താ ഇച്ഛ? ഞാനിങ്ങനെ മൂഢനായി കഴിഞ്ഞാൽ പോരാ, ജീവിതത്തെ കൃതാർത്ഥമാക്കണം. കാരണം മനുഷ്യ ജീവിതത്തിൽ പരമമായ മുക്തിക്കുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കണം, സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം, സജ്ജന സംസർഗം വേണം എന്നൊക്കെ ദൃഢമായ ഇച്ഛ വരുന്നു. ആ ഇച്ഛ വരുന്നതോടുകൂടെ ഇതര വിപരീതങ്ങളായ വിഷയങ്ങളിൽ നിന്ന് വൈരാഗ്യവും വരുന്നു. അങ്ങനെ വൈരാഗ്യപൂർവമായിട്ടുള്ള ഇച്ഛ, അതിന് പറയുന്ന പേരാണ് ശുഭേച്ഛ. അപ്പൊ ശുഭേച്ഛ എന്നുള്ളതിൽ വാസ്തവത്തിൽ ശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല, ശാസ്ത്രവിചാരത്തിലേക്ക് പ്രവർത്തിച്ചിട്ടില്ല. ഇനി അതിന്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഗുരുപ്രാപ്തി പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ശുഭേച്ഛ എന്ന ഭൂമികയിലേക്ക് ഒരു സാധകൻ പ്രവേശിക്കുമ്പോഴാണ് അയാള് ജ്ഞാനസാധനയുടെ പ്രാഥമിക പടിയിലേക്ക് എത്തുന്നത്. അതിലൂടെയാണ് അയാള് ഗുരുവെ തേടുന്നത്, ശാസ്ത്രത്തെ നേടുന്നത്. അങ്ങനെ ഗുരുശാസ്ത്ര സേവനത്തിലൂടെ ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായിരിക്കുന്ന ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ക്രമികമായി ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു ജ്ഞാനസാധകന്റെ മുന്നോട്ടുള്ള അന്വേഷണ ഗതിയുടെ പ്രാഥമിക തലമാണ് ഒന്നാമത്തെ ജ്ഞാനഭൂമിക. അതാണ് ശുഭേച്ഛ. ശുഭത്തെ പ്രാപിക്കുന്നതിനായി കൊണ്ടുള്ള ഇച്ഛ, ദൃഢമായ ഇച്ഛ, ശുഭേച്ഛ. അപ്പൊ അങ്ങനെ ശുഭേച്ഛയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ചിന്തിക്കാം. അതെന്താ? ശാസ്ത്ര സജ്ജന സമ്പർക്ക വൈരാഗ്യാഭ്യാസപൂർവകം സദാചാര പ്രവൃത്തിർയ പ്രോച്യത്തെ സാ വിചാരണ. അങ്ങനെ ശാസ്ത്രത്തിൽ പ്രവർത്തിച്ചു, സജ്ജന സംസർഗം നേടി, സജ്ജനങ്ങളോട് ബന്ധപ്പെട്ട് സത്സംഗങ്ങളിൽ ഏർപ്പെട്ടു. സജ്ജനങ്ങളോട് ബന്ധപ്പെട്ട് സത്സംഗങ്ങളിൽ ഏർപ്പെടുക, സദ്വിഷയങ്ങളിൽ വ്യാപരിക്കുക, ശാസ്ത്ര സ്വാധ്യായത്തിലേക്ക് പ്രവേശിക്കുക, ശ്രവണ മനനാദിയായിരിക്കുന്ന സാധനയിൽ പ്രവേശിക്കുക. ശാസ്ത്ര സ്വാധ്യായം തന്നെ പറയാലോ. അപ്പോ അതാണ് ശാസ്ത്ര സജ്ജന സമ്പർക്ക. ശാസ്ത്രവുമായും സജ്ജനങ്ങളുമായും സമ്പർക്കം ഉണ്ടാവുന്നു. എന്നിട്ട് വൈരാഗ്യാഭ്യാസപൂർവകം വൈരാഗ്യാഭ്യാസം ചെയ്യുന്നു. ഈ വൈരാഗ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? വൈരാഗ്യം എങ്ങനെയാ അഭ്യസിക്കുക? വൈരാഗ്യം നമ്മൾ ഉള്ളിൽ ഉണ്ടാവേണ്ട ഭാവമല്ലേ? അപ്പൊ വൈരാഗ്യം അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിവേകം അഭ്യസിക്കുക, നിത്യാനിത്യ വിവേകം നല്ലപോലെ ചെയ്യാം. അപ്പൊ നിത്യാനിത്യ വിവേകം ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായി നമ്മളിൽ വൈരാഗ്യം ഉറയ്ക്കും. അങ്ങനെ നിത്യാനിത്യ വിവേകം ചെയ്യുന്നതിലൂടെ വൈരാഗ്യത്തെ ഉള്ളിൽ ഉറപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് വൈരാഗ്യാഭ്യാസം. വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. അപ്പോ ഒന്നാമത്തെ ശുഭേച്ഛയിൽ ശാസ്ത്ര സജ്ജന സംസർഗം വേണം എന്നുള്ള ഇച്ഛ ഉണ്ടായി. ഇപ്പോ ശാസ്ത്രത്തിലും സജ്ജനങ്ങളിലും പ്രവർത്തിച്ചു, സത്സംഗങ്ങൾ ചെയ്തു, ശ്രവണം ചെയ്തു, ശാസ്ത്ര സ്വാധ്യായം ചെയ്തു. അങ്ങനെ ശാസ്ത്ര സജ്ജന സമ്പർക്ക് വൈരാഗ്യാഭ്യാസ പൂർവകം അഭ്യാസം ചെയ്യുന്നു, ശാസ്ത്രാഭ്യാസം ചെയ്യുന്നു, പഠിക്കുന്നു, ശ്രവണ മനനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ സദാചാര പ്രവൃത്തി, സജ്ജനങ്ങളാൽ അനുമോദിക്കപ്പെടുന്ന അഥവാ സച്ഛാസ്ത്രങ്ങളാൽ ഉപദേശിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്നു.
സജ്ജന ശാസ്ത്രങ്ങളാൽ, സജ്ജനങ്ങളാലും ശാസ്ത്രങ്ങളാലും പ്രശംസിക്കപ്പെടുന്ന കർമ്മങ്ങൾ, അതാണല്ലോ സദാചാരം. ഇപ്പൊ സദാചാരത്തിൽ പ്രവർത്തിക്കുന്നു, മറ്റ് ദുരാചാര പ്രവൃത്തി ഇല്ല, സദാചാരത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ സദാചാര പ്രവൃത്തി പൂർവകമായിട്ട് ഈ ഈ ശാസ്ത്ര, സജ്ജന, സമ്പർക്ക, വൈരാഗ്യ അഭ്യാസങ്ങളെ ചെയ്തുകൊണ്ട് സദാചാരത്തിൽ പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് സാ വിചാരണ. അതാണ് വിചാരണ എന്നുള്ള ഘട്ടം. അപ്പൊ ആദ്യം ശാസ്ത്രത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഇച്ഛ വന്നു. വിചാരണ എന്നുള്ള രണ്ടാമത്തെ ഘട്ടത്തിൽ ശാസ്ത്ര പ്രവൃത്തി ഉണ്ടായി, സജ്ജന സംസർഗം ഉണ്ടായി, വൈരാഗ്യ അഭ്യാസം ഉണ്ടായി, ശാസ്ത്ര സ്വാധ്യായം ഉണ്ടായി, ഒക്കെ ഉണ്ടായി. ഒരു സാധക ഭാവം ആയി എന്നർത്ഥം വിചാരണ എന്ന് പറയും. അങ്ങനെ വിചാരണയിലൂടെ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതെന്താ അത്? വിചാരണ ശുഭേച്ഛാഭ്യം ഇന്ദ്രിയാർത്ഥേഷു അരക്തത യത്ര സാ തനുതാമേതി പ്രോച്യതേ തനുമാനസീ. വിചാരണ ശുഭേച്ഛാഭ്യാം. ശുഭേച്ഛ, വിചാരണ എന്നീ രണ്ട് ഭൂമികകളെ കൊണ്ട്, അല്ലെങ്കിൽ ആ രണ്ട് ഭൂമികകളിലുള്ള പ്രവൃത്തികളെ കൊണ്ട് ശാസ്ത്ര സ്വാധ്യായം വേണം, സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം, അങ്ങനെ ജീവിതത്തെ കൃതാർത്ഥമാക്കണം. ഞാനിങ്ങനെ മൂഢനായിട്ട് കഴിഞ്ഞാൽ പോരാ എന്നുള്ള ശുഭേച്ഛ. അതിൽ നിന്ന് ശാസ്ത്രത്തിലേക്ക് ബന്ധപ്പെട്ടു, സജ്ജനങ്ങളെ സംസർഗം ചെയ്തു, ശ്രവണ മനനാദികളെ ചെയ്തു, അങ്ങനെ അങ്ങനെ അഭ്യാസം ചെയ്തു, വൈരാഗ്യം വളർത്തി. അതാണല്ലോ വിചാരണ. അപ്പൊ ഈ രണ്ടിനെ കൊണ്ടും അതാണ് വിചാരണ ശുഭേച്ഛാഭ്യാം. ശുഭേച്ഛ, വിചാരണ എന്നീ രണ്ടിനെ കൊണ്ടും ഇന്ദ്രിയാർത്ഥേഷു അരക്തത, ഇന്ദ്രിയാർത്ഥങ്ങളിൽ, അതായത് വിഷയങ്ങളിൽ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവയുടെ ചേർച്ചയാണ്. അവ ചേർന്നിട്ടുള്ളതാണല്ലോ നമ്മൾ ഉപഭോഗിക്കുന്ന വിഷയങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇന്നലെ വരെ എന്തെല്ലാം വിഷയ പ്രപഞ്ചം നമ്മളെ മഥിച്ചുവോ, ആകർഷിച്ചുവോ, ഇന്നലെ വരെ എന്തിനടിമയായി നമ്മൾ കഴിഞ്ഞുവോ, അത്തരം വിഷയങ്ങളിൽ അരക്തത, സംഘമില്ലാതിരിക്കുക, രക്തി ഇല്ലാതിരിക്കുക, ആസക്തി ഇല്ലാതിരിക്കുക. അപ്പൊ വിഷയങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വിട്ടൊഴിയ, വിരക്തി കൈവരുക. എങ്ങനെ? ഈ ശുഭേച്ഛ, വിചാരണ എന്നീ രണ്ടിനെ കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്നതാണത്. അങ്ങനെ അരക്തത, ആസക്തി ഇല്ലാതിരിക്കുക. എത്ര സാ തനുതാമേതി. അപ്പൊ എന്തായി? വിഷയങ്ങളിലേക്കുള്ളതായ ആസക്തി, രക്തത, തനുതാമേതി, മെലിയ. തനുത പറഞ്ഞ മെലിയ, തനുത മെലിയ, ചെറുതായി 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 വരിക. നിശേഷം ഇല്ലാതായിട്ടില്ല, പക്ഷെ ചെറുതായി ചെറുതായി വരുന്നു. ഇന്നലകളിലുള്ള അത്ര ഇന്ന് വിഷയം നമ്മളെ മഥിക്കുന്നില്ല. രക്തി തനുഭാവത്തെ പ്രാപിക്കുന്നു, തനൂകരിക്കപ്പെടുന്നു, ചുരുങ്ങി 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 വരുന്നു. അതാണ് തനുമാനസ, അല്ലെങ്കിൽ തനുമാനസി. ഇപ്പൊ മനസ്സിലുള്ള വിഷയവ്യാപാരത്തോടുള്ള ആസക്തി, രക്തി തനൂകരിക്കപ്പെടുക. അതാണ് തനുമാനസി അല്ലെങ്കിൽ തനുമാനസ. ഇതാണ് മൂന്നാമത്തെ ഭൂമിക. അങ്ങനെ തനുമാനസിയിലൂടെയോ ഭൂമികാത്രിതയാഭ്യാസാത് ചിത്തേർത്ഥ വിരതേർവശാത് സത്വാത്മനി സ്ഥിതേ ശുദ്ധേ സത്വാപത്തിരുദാഹൃത. ഭൂമികാത്രിതയാഭ്യാസാത് ചിത്തേർത്ഥ വിരതേർവശാത് സത്വാത്മനി സ്ഥിതേ ശുദ്ധേ സത്വാപത്തിരുദാഹൃത. അപ്പൊ ഈ മൂന്ന് ഭൂമികകളുടെ അഭ്യാസം കൊണ്ട്, അഭ്യാസം, ആവർത്തനം,
ആവർത്തിച്ച് ചെയ്യുന്നതാണ് അഭ്യാസം. അതായത് ശുഭേച്ഛ എന്ന ഒന്നാമത്തെ, വിചാരണ എന്ന രണ്ടാമത്തെ, തനുമാനസ എന്നുള്ള മൂന്നാമത്തെ, ഈ 3 ഭൂമികകളുടെ അഭ്യാസം കൊണ്ട്, ഉറപ്പിക്കുന്നത് കൊണ്ട്, ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിലൂടെ ചിത്തെ അർത്ഥവിരതേർവശാത്, അർത്ഥവിരതി, അർത്ഥം അവിടെ ഇന്ദ്രിയാർത്ഥങ്ങളാണ്, വിഷയങ്ങളാണ്. അപ്പൊ ഇന്ദ്രിയാർത്ഥങ്ങളിലുള്ള വിരതി, രതിയില്ലായ്മ, വിരക്തി, വൈരാഗ്യം, അങ്ങനെയുള്ള വിഷയവൈരാഗ്യം കൊണ്ട്, അപ്പൊ ഈ 3 ഭൂമികകളെ ക്രമികമായി അഭ്യസിക്കുന്നത് കൊണ്ടും ആന്തരികമായി വിരക്തി ഉറയ്ക്കുന്നത് കൊണ്ടും സത്വാത്മനി ശുദ്ധേ സ്ഥിതേ സത്വാപത്തിരുദാഹൃത, നമ്മുടെ അന്ധകരണം, നമ്മുടെ സത്വം, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ അന്ധകരണം എന്തായി? ശുദ്ധമായിരിക്കുന്ന ആത്മഭാവത്തിൽ ഉറയ്ക്കാൻ തുടങ്ങി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ടുപോകുന്ന വൃത്തികളൊക്കെ പോയി. ഇപ്പോ ശുദ്ധമായ ആത്മതത്വത്തിൽ മനസ്സുറച്ചു, ബുദ്ധി ഉറച്ചു. അങ്ങനെ ശുദ്ധമായ ആത്മസ്വരൂപത്തിൽ നമ്മുടെ ബുദ്ധി ഉറയ്ക്കുമ്പോഴോ ബുദ്ധി കൂടുതൽ സാത്വികാവും, സത്വപരമാകും. അങ്ങനെ സത്വപരമായ ബുദ്ധി, സത്വത്തിൽ ഉറച്ച ബുദ്ധി. അപ്പൊ ആദ്യം പറഞ്ഞത് സത്വപരമായ എന്ന് പറയുമ്പോൾ സത്വഗുണപരമായ ബുദ്ധി. സത്വത്തിൽ ഉറച്ച ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ സത്വഗുണ അല്ല, സത്വം, ഉണ്മ, ആത്മഭാവത്തിൽ ഉറച്ച ബുദ്ധി. ആ ഒരു ബുദ്ധിയുടെ അവസ്ഥ നേടും. അതിനാണ് സത്വാപത്തി എന്ന് പറയുന്നത്. അതാണ് സത്വാപത്തി എന്ന് ഉദാഹരിക്കപ്പെടുന്നു. ഇത് ക്രമികമായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ. അപ്പൊ ആദ്യം ശുഭേച്ഛ ഉണ്ടായി, അതിന്റെ ഫലമായിട്ട് വിചാരണയിലേക്ക് എത്തി. ആ വിചാരണയിലൂടെ നമ്മൾ ഗുരുശാസ്ത്ര സേവനത്തിലൂടെ തനുമാനസി എന്നുള്ള അവസ്ഥയിലെത്തി. ആ തനുമാനസിയിലൂടെ സത്വാപത്തിയിലേക്ക് എത്തുകയാണ്. ഇപ്പോ സത്വപ്രധാനമായി ബുദ്ധി എന്നൊരർത്ഥം, വേറൊന്ന് ആത്മതത്വത്തിൽ അനായാസേന ഉറക്കുകയാണ്. ആത്മതത്വ വിചാരത്തിൽ അനായാസേന മനസ്സുറയ്ക്കുന്നു, ബുദ്ധി ഉറയ്ക്കുന്നു ഈ സത്വാപത്തി എന്ന് പറയുമ്പോൾ. ദശാചതുഷ്ടയാഭ്യാസാത് അസംസർഗഫലാതു യാ രൂഢസത്വ ചമത്കാര പ്രോക്താ സംസക്തി നാമികാ. ദശാചതുഷ്ടയാഭ്യാസാത് അസംസർഗഫലാതു യാ രൂഢസത്വ ചമത്കാര പ്രോക്താ സംസക്തി നാമികാ. ഇനി പറയാണ് ഈ 4 ദശകളുടെ അഭ്യാസം കൊണ്ട്, ശുഭേച്ഛ, വിചാരണ, തനുമാനസി, സത്വാപത്തി, ഇങ്ങനെയുള്ള 4 ദശകളുടെയും 4 ഭൂമികകളിലുള്ള ഇരിപ്പ്, അതാണല്ലോ ദശ. അവിടെ ദശ പറഞ്ഞാൽ 4 ഭൂമികകളിലുമുള്ള ഇരിപ്പ്, ജീവിതം. ആ ഒരു അഭ്യാസം കൊണ്ട് അസംസർഗഫല, വിഷയങ്ങളുമായി ഒട്ടും സംസർഗമില്ലാത്ത ഫലം നേടിത്തരുന്നു. നേരത്തെ തനൂകരിക്കപ്പെട്ടു, എന്നാൽ ഇപ്പോ ഒരു സംസർഗവും വിഷയമായിട്ട് സംഭവിക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും മുക്തനായി, വിഷയവ്യാപാരങ്ങളിൽ നിന്ന്, ബാഹ്യ വിഷയങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്ന് മുക്തനായി. അങ്ങനെ അസംസർഗഫല യ രൂഢസത്വ ചമത്കാര, സത്വത്തിൽ, ആത്മതത്വത്തിൽ രൂഢമായി മനസ്സ്, ബുദ്ധി അതിൽ ഉറച്ചിരിക്കുക. നേരത്തെ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു, അതിലേക്ക് പ്രവേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതല്ല, അതിൽ രൂഢമായി കഴിഞ്ഞു. ഇതിൽ മറ്റൊരു പ്രവൃത്തി ഇല്ല.
മറ്റൊന്നിലേക്ക് വ്യാപരിക്കുന്നില്ല. ഇപ്പൊ ഏത് വിഷയങ്ങളുടെ മേഖലകളിൽ ഇരുന്നാലും അതിലൊന്നും വ്യാപരിക്കാതെ ആത്മതത്വത്തിൽ മാത്രം ഉറച്ച ബുദ്ധിയുടെ അവസ്ഥ നേടി, രൂഢമായി. അതാണ് രൂഢസത്വ ചമത്കാര പ്രോക്ത അസംസക്തി നാമിക. ആ ഭൂമികയാണ് അസംസക്തി നാമിക. അസംസക്തി എന്ന് പേരുള്ള ഭൂമിക. ഒന്നുമായും ശക്തി ഉണ്ടാവുന്നില്ല. തീർത്തും വിഷയങ്ങളിൽ നിന്ന് വിട്ടു. അങ്ങനെ വിഷയങ്ങളിൽ നിന്ന് വിട്ടു പറയുമ്പോൾ താൻ തന്നിൽ തന്നെ ഇരിക്കുക, തന്റെ സ്വരൂപത്ത് തന്നെ ഇരിക്കുക. ആ തന്റെ സ്വരൂപത്ത് തന്നെ രൂഢമായിരിക്കുന്ന അവസ്ഥ, അതാണ് അസംസക്തി എന്ന് പേരുള്ളത്. ഭൂമിക പഞ്ചകാഭ്യാസാത് സത്വാരാമതയാ ഭൃശം. ഭൂമിക പഞ്ചകാഭ്യാസാത് സ്വാത്മാരാമതയാ ഭൃശം. ആഭ്യന്തരാണാം ബാഹ്യാനാം പദാർത്ഥാനാം അഭാവനാത് പരപ്രയുക്തേന ചിരപ്രയത്നേനാവബോധനം പദാർത്ഥാഭാവന നാമ ഷഷ്ഠീ ഭവതി ഭൂമിക. അപ്പോ ഭൂമിക പഞ്ചകാഭ്യാസാത്, ഈ 5 ഭൂമികകളുടെ അഭ്യാസം കൊണ്ട്, അതായത് ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, ഇത്രയും പറഞ്ഞു. ഈ 5 ഭൂമികകളുടെ അഭ്യാസം കൊണ്ട്, ദൃഢീകരണം കൊണ്ട്, അത് സാധനയുടെ ഫലമാണ്. ഇപ്പൊ ദൃഢമായ അചലമായ സാധനയുടെ ഫലമായിട്ട് ഈ 5 ഭൂമികകളും ആവർത്തിച്ച് ഉറപ്പിച്ചു. അങ്ങനെ വരുമ്പോ താൻ തന്നിൽ തന്നെ ആരമിക്കുക. ഈ തന്നിൽ ആരമിച്ചുകൊണ്ടാണല്ലോ അസംസക്തി എന്നുള്ളത് ഉണ്ടായത്. പക്ഷെ അത് ദൃഢമായി. അതായത് നേരത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടും മറ്റും ആത്മതത്വത്തിൽ ഉറപ്പിച്ചെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായി തന്നെ താൻ തന്നിൽ തന്നെ ഇരിക്കുക. ശ്രദ്ധിക്കുക വ്യത്യാസം എന്താന്നുള്ളത്. അപ്പോ സ്വാത്മ ആരാമതയ, തന്നിൽ താൻ തന്നെ ആരമിക്കുക. ആത്മന്യേവാത്മനാ തുഷ്ട എന്നൊക്കെ പറയണില്ലേ, സ്വാത്മാരാമ എന്നൊക്കെ. ആ തന്നിൽ തന്നെ ആരമിക്കുന്നത് കൊണ്ട് എന്താ ഫലം? ആഭ്യന്തരാണാം ബാഹ്യാനാം പദാർത്ഥാനാം അഭാവനാത്. അകത്തോ പുറത്തോ ഉള്ള ഒരു പദാർത്ഥത്തെയും ഭാവന ചെയ്യണില്ല. അപ്പൊ ഉം. അവിടെ ബാഹ്യങ്ങളായിരിക്കുന്ന വിഷയവ്യാപാരങ്ങൾ അല്ലെങ്കിൽ വിഷയഭാവനകളില്ല എന്നല്ല, സാധനാ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോ എന്തെല്ലാം അതുമായി ബന്ധപ്പെട്ട ഭാവനകൾ ഉണ്ടായിരുന്നുവോ അതും പോയി. ആഭ്യന്തരമായിരിക്കുന്നവയും പോയി, ബാഹ്യമായിരിക്കുന്നവയും പോയി. അങ്ങനെ ബാഹ്യാഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളുടെ ഒന്നും ഭാവനയില്ലാത്ത, അതാണ് ആഭ്യന്തരാണാം ബാഹ്യാനാം പദാർത്ഥാനാം അഭാവനാത്. ബാഹ്യമോ ആഭ്യന്തരമോ ആയ യാതൊരു പദാർത്ഥങ്ങളുടെയും ഭാവന ചെയ്യുന്നില്ല. ഇപ്പൊ അത്ര ആത്മാരാമത്വം വന്നു കഴിഞ്ഞു. താൻ തന്നിൽ തന്നെ ആരമിച്ച് കഴിയായത് കൊണ്ട് ആ ഒരു ആനന്ദഭുക്കായിട്ട്, ആ ഒരു ആനന്ദാനുഭൂതിയിൽ കഴിയുകയാണ്. അതുകൊണ്ട് അകത്തും പുറത്തുള്ള ഒരു വിഷയവ്യാപാരവും ഇല്ല. ഈ സ്ഥിതിയില് പരപ്രയുക്തേന ചിരപ്രയത്നേന അവബോധനം, പരപ്രയുക്തമായ ചിരപ്രവൃത്തി കൊണ്ടേ അവൻ ബാഹ്യ വിഷയങ്ങളിലേക്ക് ഉണരുന്നുള്ളൂ. ബാഹ്യ വിഷയ വ്യാപാരം അത്രയ്ക്ക് നിന്നു. തന്റെ ചുറ്റുപാടുള്ള ലോകവ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നില്ല. ജഡം പോലെ, കാഷ്ഠം പോലെ, സ്തംഭം പോലെ അങ്ങനെ കഴിയുക ആത്മാരാമനായിട്ട്. അയാള് ബാഹ്യ വ്യവഹാരങ്ങൾ അവ തന്നെ പിൻവലിഞ്ഞിരിക്കുക.
ഇപ്പൊ ബാഹ്യ വ്യാപാരങ്ങൾ പോലും പരപ്രയുക്തമായിട്ടാണ് വ്യാപാരം സംഭവിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അങ്ങനെ അപ്പോഴേ പുറം ലോകത്തിലേക്ക് അയാൾ വരുന്നുള്ളൂ. മറ്റുള്ളവര് വളരെയധികം പരിശ്രമിച്ചാൽ ചിരപ്രയത്നം കൊണ്ട് മാത്രം ഇയാൾ പുറം ലോകത്തിലേക്ക് വരുന്നു. അല്ലാതെ പുറം ലോകത്തിലേക്ക് വരുന്നില്ല. തന്നിൽ തന്നെ കഴിയാണ്. അതാണ് പദാർത്ഥ അഭാവന. ഒരു പദാർത്ഥത്തെയും ഭാവന ചെയ്യാത്ത അവസ്ഥ. അവിടെ തന്റെ ചുറ്റും എന്ത് സംഭവിച്ചാലും ഒരു വ്യതിചലനവും ആന്തരികമായിട്ടില്ലാത്ത ഇരിപ്പാണ്. പദാർത്ഥാഭാവന നാമ ഷഷ്ഠീ ഭവതി ഭൂമിക. ഇതാണ് ആറാമത്തെ ഭൂമിക. ചിന്തിക്കുക. ഷഡ്ഭൂമികാചിരാഭ്യാസാത് ഭേദസ്യാനുപലംഭനാത് യസ്വഭാവൈകനിഷ്ഠത്വം സാജ്ഞേയാ തുര്യഗാഗതിഃ. ഷഡ്ഭൂമികാചിരാഭ്യാസാത്. 6 ഭൂമികകളുടെ ചിരമായ അഭ്യാസം കൊണ്ട്. ഈ 6 ഭൂമികകളുടെ അഭ്യാസം എന്ന് പറയുമ്പോൾ 6 ഭൂമികകളുടെ ഒന്നിച്ചുള്ള അഭ്യാസം അല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവും. ക്രമികമായി ഈ ഭൂമികകളിലൂടെ കടന്ന് 6ാമത്തെ ഭൂമികയുടെ അഭ്യാസത്തിന്റെ ഫലമായിട്ട് ഭേദസ്യ അനുപലംഭനാത്. പിന്നെ ഭേദങ്ങൾ ഇല്ല, ഭേദപ്രപഞ്ചം ഇല്ല അയാളെ സംബന്ധിച്ച്. മറ്റുള്ളവരുടെ പ്രയത്നം കൊണ്ട് അയാൾ ഭിന്നമായിട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ഭിന്നമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളിൽ അന്ധത്വമോ ഒന്നും ആരോപിക്കരുത്. കാണുന്നില്ല എന്നല്ല അർത്ഥം. ഒരുപക്ഷെ അയാളായിരിക്കും ഏറ്റവും നന്നായി കാണുന്നത്. മറിച്ച് ആത്മഭിന്നമായിട്ട്, സത്യഭിന്നമായിട്ട്, സദ്ഭിന്നമായിട്ട് ഒന്നിനെയും കാണുന്നില്ല. പൂർണ്ണാത് പൂർണ്ണം എന്ന് പറഞ്ഞ പോലെ, പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറഞ്ഞ പോലെ, അവിടെ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞ പൂർണ്ണം ഒന്നാമത് പറഞ്ഞ പൂർണ്ണത്തിൽ നിന്ന് ഭിന്നമായിട്ടല്ലല്ലോ ഉണ്ടാവുന്നത്. അപ്പോ സ്വരൂപ ഭിന്നമായിട്ട്, സ്വാത്മഭിന്നമായിട്ട് ഒന്നും തന്നെ ഇല്ല. പുരുഷയേവ ഇതം സർവം എന്നുള്ള ആ ഒരു സ്വരൂപജ്ഞാനത്തിൽ ഉറച്ചു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ എന്നുള്ള ആ ഉപനിഷദാർത്ഥത്തിന്റെ പാരമ്യത്തിലെത്തി. അതാണ് ഭേദാനുപലംഭാത്. യത് സ്വഭാവൈകനിഷ്ഠത്വം. സ്വഭാവത്തിൽ ഉറച്ചിരിക്കുന്നു, തന്നിൽ ഉറച്ചിരിക്കുന്നു, താനായിരിക്കുന്നു. ഈ സ്വാഭാവിക നിഷ്ഠത്വത്തിനാണ് തുര്യഗ എന്നുള്ള 7ാമത്തെ ഭൂമിക. അവിടെ താന്റെ സ്വരൂപം ആനന്ദമായതുകൊണ്ട് ഈ വിദ്വാൻ ആനന്ദാനുഭവത്തിൽ, ആനന്ദാനുഭൂതിയിൽ, ആനന്ദഭുക്കായി, ആനന്ദ സ്വരൂപനായിട്ടിരിക്കുന്നു. ആനന്ദ ഭിന്നമായിട്ടൊന്നും അയാൾക്കില്ല. ഇതാണ് 7 ഭൂമികകളെ സാമാന്യമായിട്ട് പറയുന്ന ഭാഗം. ശുഭേച്ഛ, വിചാരണ, തനുമാനസ അല്ലെങ്കിൽ തനുമാനസി, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവന, തുര്യക. ഇനി സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹത്തിൽ വളരെ വിസ്തൃതമായി ഇതിനെ പ്രതിപാദിക്കുകയാണ്. ഓരോ ദശയെയും പ്രതിപാദിച്ച് ജീവൻ മുക്തി, വിദേഹമുക്തിയിലേക്ക് ഉയരുന്ന ആ ഒരു വർണ്ണന കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇപ്പൊ നമ്മൾ കടക്കുന്നില്ല. വളരെയധികം ശ്ലോകങ്ങളുണ്ട്. ദിവസങ്ങൾ, ആഴ്ചകൾ നമുക്ക് പഠിക്കേണ്ടി വരും. ഏതായാലും ഇതാണ് 7 ഭൂമികകളുടെ ഒരു സാമാന്യമായ അറിവ്. സന്തോഷം.